ചില സർപ്രൈസിങ് മൊമെൻ്റ് ആലോചിച്ച് അതിരുന്ന് കിട്ടിക്കഴിയുമ്പോഴുള്ളൊരു സന്തോഷം, എൻ്റെ ഹാപ്പിനെസ് വേറെ ലെവലായിരിക്കും അല്ലേ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് എന്താ പറയുക, ഒരമ്മയാണെങ്കിൽ ഒരു കുഞ്ഞിന് ബർത്ത് നൽകുന്ന പോലെ തന്നെയാണ് നമ്മളുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളും ദൈവം നമുക്ക് തരുന്നതും. ആ 9 മാസം ആ കുഞ്ഞിന് ബർത്ത് നൽകാനായിട്ട് അതിന് കെയറിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്ത് 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 ആ കുഞ്ഞ് കയ്യിലേക്ക് വരുമ്പോൾ എന്താ ഹാപ്പിനെസ് അല്ലേ. അതുപോലെ തന്നെ നമ്മളുടെ ഓരോ സ്വപ്നങ്ങൾക്കും ഓരോ വിഷും ഒരു കുഞ്ഞ് ബർത്ത് ആയി നമ്മുടെ കൈ കിട്ടുന്ന ഫീൽ ആയിരിക്കണം. ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് ഡിഫിക്കൽറ്റിയും കാര്യങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. പക്ഷേ നമ്മൾ അത്രയും നാൾ കാത്തിരുന്നതിന് ശേഷം നമ്മളുടെ ആ ഒരു വിഷ് ഫുൾഫിൽ ആവുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. എന്നാ അടിപൊളി നിമിഷമായിരിക്കും അല്ലേ. ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ അത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് നമ്മളെ ദൈവത്തിനുണ്ട്. അതുകൊണ്ടാണ് കുറേയൊക്കെ നിരാശകൾ തരുന്നത്. അപ്പം അങ്ങനെ നിരാശപ്പെടരുത് കേട്ടോ. 2026 വരാനായി കുറച്ച് നാളുകൾ കൂടിയേ ഉള്ളൂ. ആരും ഒന്നും ഓർത്ത് വിഷമിക്കരുത്. നമുക്ക് കിട്ടുന്ന ഒരു കുഞ്ഞു കാര്യത്തിനോടാണെങ്കിൽ പോലും താങ്ക് യു പറയാൻ പഠിക്കുക. ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ് തുളുങ്ങുന്നൊന്ന് കാണാൻ സാധിക്കും. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ് പറയുന്നത്. കാരണം ഞാൻ ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് ചില സമയത്ത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹാപ്പിനെസ്സാണ്. പക്ഷെ എൻ്റെ കയ്യിൽ ഒന്നും കാണത്തില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. ആ ഒരു ഹാപ്പിനെസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴായിരിക്കും എനിക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ എൻ്റെ അടുത്തോട്ട് നീങ്ങി വരുന്നതും എനിക്ക് കിട്ടുന്നതും. അപ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് അടിപൊളിയാണ്. എനിക്ക് വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്നതിനെക്കാട്ടിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അതിലിപ്പോൾ ഒരു പേന മേടിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്താ ഫ്ലവർ മേടിക്കാനായിരിക്കാം, ഇതൊക്കെ കൈ കിട്ടുമ്പോൾ എനിക്ക് കിട്ടുന്ന ഹാപ്പിനെസ് വേറെ ലെവലാണ്. അതിന് വലിയ എന്താ കിട്ടിയാലും എനിക്ക് ആ ഒരു ഹാപ്പിനെസ് വരത്തില്ല. കുഞ്ഞു കുഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അപ്പോഴത്തെ എനിക്ക് ആ ഒരു വിഷ് നടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരാളോട് സംസാരിക്കണമെന്നായിരിക്കും, അല്ലെങ്കിൽ ഒരാളോട് ഒരു എന്താ പറയുക ഹാൻഡ് ഷേക്ക് കൊടുക്കണമെന്നായിരിക്കും. ഇതൊക്കെ ആ ഒരു സമയത്ത് ആഗ്രഹിക്കുന്ന സമയത്ത് ആ ഒരു വിഷൊക്കെ നടന്നു കഴിയുമ്പം ഞാനിതൊക്കെ വിഷായിട്ടാണ് കരുതുന്നത്. നമുക്ക് എന്താ പറയുക, ജീവനം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് പോയി കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. അപ്പം ഇതെല്ലാം എൻ്റെ ഒരു ഇഷ്യൂ അല്ല. അപ്പം ഇതൊക്കെ നടന്നു കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഹാപ്പിനെസ് വേറെ ലെവലാണ്. എനിക്കത് ഭയങ്കര ആഗ്രഹമാണ് അഭിഷാദ് ഗുരുവായൂരിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. ആ ഒരു സാറിനെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഒന്ന് സംസാരിക്കണം, അത്രേ ഉള്ളൂ. ആ ഒരു വിഷ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഹാപ്പിനെസ് വേറെ ലെവലായിരിക്കും. അതിന് നിങ്ങളിനി എത്ര എന്താ പറയുക വലിയ സർപ്രൈസോ വലിയ കാര്യങ്ങളോ ഒന്നും ഒരിക്കലും എനിക്ക് കിട്ടത്തില്ല. ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സന്തോഷിച്ച് തുടങ്ങുന്ന സമയത്ത് വലിയ തിങ്സ് നമ്മുടെ കയ്യിൽ കിട്ടിയാലും നമുക്ക് ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവശ്യത കാര്യങ്ങൾ കിട്ടിയതിൽ അത്ര സന്തോഷം വരത്തില്ല. എൻ്റെ കാര്യത്തിൽ എന്താണ് സ്മൈൽ ആൻഡ് ബി കോൺഫിഡൻറ്റ്.